എംബാപ്പയുടെ റയലിലേക്കുള്ള കൂടുമാറ്റം ഓരോ ട്രാൻസ്ഫർ വിൻഡോയിലും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന റൂമറുകളായിരുന്നു. PSG വഴി തന്റെ ഐഡലായ ക്രിസ്ത്യാനോയുടെ പാത പിന്തുടർന്ന് മാഡ്രിഡിലേക്ക് ആ ഫ്രാൻസുകാരൻ കടന്നു വരുമെന്ന് മുന്നേ വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. PSG വിട്ട് എവിടേക്കുമില്ലെന്ന് പലകുറി പറഞ്ഞവനെ വൈകാതെ മാഡ്രിഡിലേക്ക് എത്തിച്ചതും ഒരു സുവർണ നിരയെ വാർത്തെടുത്തതുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓരോ കാലത്തും അക്കാലയളവിലെ ഏറ്റവും മികച്ചവരെ ടീമിലെത്തിച്ച് ഒരു സ്വപ്ന സ്ക്വാഡിനെ നിർമ്മിച്ചെടുക്കുന്ന റയലിന് ഇതും പുതുമയുള്ള ഒന്നല്ല. വർഷങ്ങളായി സുപരിചിതമായ ഗലാക്റ്റിക്കോസിനെ അണിച്ചൊരുക്കുന്ന പെരസിന്റെ ഈ വിപ്ലവം ഒരിക്കൽ കൂടി സാന്റിയാഗോ ബെർണാബുവിൽ സാക്ഷ്യം വഹിക്കുകയാണ്. എംബാപ്പ ഇല്ലാതെ കഴിഞ്ഞ സീസൺ ലാലിഗയും ചാമ്പ്യൻസ് ലീഗുമെല്ലാം വിജയിച്ച റയലിന് അയാളുടെ കടന്നുവരവ് ഇരട്ടി ഊർജ്ജമാണ് നൽകുന്നത്. പ്രഗത്ഭർ പന്ത് തട്ടുന്ന മാഡ്രിഡ് നിരയിലേക്ക് എംബാപ്പയുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ പിന്നെ പ്രവചനങ്ങൾക്കെല്ലാം അതീതമായി റിയൽ മാഡ്രിഡ് നേട്ടങ്ങൾ അനവധി കൈവരിക്കുമെന്നുറപ്പാണ്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അറ്റ്ലാന്റയ്ക്കെതിരെ UEFA സൂപ്പർ കപ്പിന്റെ വേദിയിൽ ഗോളടിച്ച് മാഡ്രിഡിലേക്കുള്ള തന്റെ വരവയാൾ അറിയിക്കുന്നുണ്ട്. എങ്കിലും ലാലിഗയിൽ കിലിയന്റെ ആദ്യ ഗോൾ പിറക്കുന്നത് 3 മത്സരങ്ങൾക്കു ശേഷമാണ്. താരനിബിഡമായ നിരയിൽ വിനിക്കും ബെല്ലിംഗാമിനും റോഡ്രിഗോക്കുമൊപ്പം കെമിസ്ട്രി രൂപപ്പെടുത്താൻ എംബാപ്പക്ക് കുറച്ചു മത്സരങ്ങൾ വേണ്ടി വന്നു. അതിനിടയിൽ ചാമ്പ്യൻസ് ലീഗിലും എൽ ക്ലാസിക്കോയിലുമായി തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയും ലിവർപൂളിനെതിരെയുള്ള UCL നിർണായക മത്സരത്തിൽ പെനാൽറ്റി തുലച്ചതും സങ്കട കാഴ്ചയായിരുന്നു. എന്നാൽ പിന്നീടുള്ള ഓരോ കളികൾ കഴിയുന്തോറും എംബാപ്പെ കൂടുതൽ അപകടകാരിയായി മാറുന്നുണ്ടായിരുന്നു. തുടർച്ചയായുള്ള ഗോളടി മികവും റിയൽ വല്ലഡോക്കെതിരെയുള്ള ആദ്യ ഹാട്രിക് നേടിയും ലാലിഗയിൽ അയാൾ തൻ്റെ സ്ഥാനം കണ്ടെത്തുന്നുണ്ട്. ടോപ്പ് സ്കോർമാരുടെ പട്ടികയിൽ പോളിഷ് സ്ട്രൈക്കർക്കു താഴെ 15 ഗോളുകളുമായി ലെവൻഡോസ്കിക്ക് വ്യക്തമായ വെല്ലുവിളി നൽകാൻ എംബാപ്പക്ക് സാധിച്ചു. ഒരുപക്ഷെ PSG ലെഫ്റ്റ് വിങ്ങിൽ സുപരിചിതനായ താരത്തെ റിയൽ മാഡ്രിഡിൽ ആഞ്ചലോട്ടി CF കളിപ്പിച്ചതിനാലാകണം ആദ്യം കുറച്ചു മത്സരങ്ങൾ അയാൾക്ക് പെർഫോം ചെയ്യാനാകാഞ്ഞത്. ലെഫ്റ്റും റൈറ്റും വിങ്ങുകളിലും സെൻട്രൽ ഫോർവേഡായും കളിക്കാൻ സാധിക്കുന്ന താരമായതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ മത്സരങ്ങൾ കൊണ്ട് തന്നെ റയലിൽ അഡാപ്റ്റ് ആകാൻ അയാൾക്ക് സാധിച്ചത്. എംബാപ്പയുടെ ട്രാൻസ്ഫർ നടന്നത് മുതൽ അയാളെ ഏത് പൊസിഷനിലാണ് ആഞ്ചലോട്ടി കളിപ്പിക്കുക എന്നത് ഓരോ ആരാധകന്റെയും മനസ്സിലെ ചോദ്യചിഹ്നമായിരുന്നു. PSG തൻ്റെ ഫേവറേറ്റ് പൊസിഷനായ ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് കളം നിറയുമ്പോൾ താരസമ്പന്നമായ നിരയിൽ എംബാപ്പയുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്നും സംശയിച്ചവരാണ്. എന്നാൽ ആഞ്ചലോട്ടി എന്ന മാസ്റ്റർ ബ്രെയിൻ മാഡ്രിഡിന്റെ സെൻട്രൽ ഫോർവേഡിന്റെ ദൗത്യം അയാൾക്ക് നൽകുമ്പോൾ ആദ്യമൊന്ന് ഗോളടിക്കാൻ മറന്നെങ്കിലും പിന്നീട് ഗോളടി മേളം തീർത്തുകൊണ്ട് അയാൾ തൻ്റെ ഫോം വീണ്ടെടുക്കുന്നുണ്ട്. സൂപ്പർ താരങ്ങൾ തിങ്ങി നിറയുന്ന ഒരു ടീമിൽ അവരെ കൃത്യമായി ഉപയോഗിക്കാനാകാതെ നട്ടം തിരിയുന്ന മാനേജർമാരെ പലകുറി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെയാണ് ഡോൺ കാർലോ വ്യത്യസ്തനാകുന്നത്. ഏതു വലിയ താരത്തെയും തൻ്റെ ടീമിൽ കളിപ്പിക്കാൻ അറിയുന്ന ഒരു മാനേജർ. ലാലിഗയിൽ റയലിൻ്റെ 1ാം സ്ഥാനത്തിന് ഇളക്കം സംഭവിച്ചില്ലെങ്കിലും UCL കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. പെപ്പിൻ്റെ സിറ്റിയെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഇനി റയലിൻ്റെ ഭാവി സുരക്ഷിതമാകൂ. എംബാപ്പെ ഫോം വീണ്ടെടുത്തത് റയൽ മാഡ്രിഡിന് പ്രതീക്ഷയാണ്. അയാളുടെ മികവ് ഏറ്റവും ആവശ്യമായ ഘട്ടമാണ് വരാൻ പോകുന്നത്.